परमेश्वर्यै नमः। कोटि सूर्य समप्रभा निर्विघ्नं सर्वकार्येषु सर्वदा। ഇവർ ഭക്തിമൂത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? പതിയെ താഴത്തേക്കൊന്ന് നോക്കിയേ. ഹേയ്, നിങ്ങളുടെ താഴെയല്ല, എന്റെ കാലിന്റെ അടിയിലേക്കൊന്ന് നോക്കിയേ. ഇത്രയും കാശ് ഇവര് കഷ്ടപ്പെട്ട് സമ്പാദിച്ചാണെന്നാണോ വിചാരിക്കുന്നത്? കുറച്ച് താഴത്തേക്കൊന്ന് നോക്കിയേ. ഇപ്പോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇവരൊക്കെ കള്ളന്മാരാണെന്ന്? എവിടുന്ന് കട്ടിട്ട് വന്നാണെന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? എന്റെ കാശ് മുഴുവൻ ആ കള്ളന്മാരെടുത്തോണ്ട് പോയി. എന്നെ ആരെങ്കിലും രക്ഷിക്കേ. Jam on it.
Jam on it. വളരെ നന്ദിയുണ്ട് സാറേ, എന്റെ ജീവിതം തന്നെ ഇതിലാ. എന്തിനാ സാർ അവര് വെറുതെ വിട്ടത്? പോലീസിൽ ഏൽപ്പിക്കേണ്ടതായിരുന്നു. ഓ പറഞ്ഞു ശരിയാണല്ലോ. വാ എന്റെ വണ്ടിയുടെ പുറകെ കയറിക്കോ. സാറേ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? ഇവിടെ എന്തിനാ നിർത്തിയത്? കള്ളന്മാരൊക്കെ ഇവിടെ കാണുന്നത്. എടാ ദുഷ്ട, നീ ഇവരുടെ ഗ്യാങ് ആയിരുന്നു അല്ലേ? എന്താടാ കാണിച്ചത്? ആ തുണിയെങ്കിലും തന്നിട്ട് പോടാ. നീ ഷെഡിട്ടില്ലേ? അതിട്ടിട്ട് പോടാ. എന്നാ അതും കൂടി കൊണ്ടുപോടാ ദുഷ്ടന്മാര്. ഞങ്ങൾ അതെങ്കിലും തുണിയെങ്കിലും തന്നിട്ട് പോടാ. എന്താ കാണിച്ചത്? ഇതാണ് കഥ. ഹലോ, ആ റഞ്ജു. സൗന്ദര്യത്തിന്റെ അവസാന വാക്കാണ് സ്മിത. ഒരുപാട് അഴകുള്ള നിന്നെ ഈ ഞാൻ ഇന്ന് സ്വന്തമാക്കാൻ പോവാ. എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്നെ കൊണ്ടെന്താ അത് കഴിയില്ലാന്ന് തോന്നുന്നു. Nothing is impossible to me. നീ തന്നെ മുമ്പില്. നീ എത്ര ദൂരെ യാത്ര ചെയ്തു പോയാലും നിന്നെ ചേസ് ചെയ്ത് ട്രാപ്പ് ചെയ്ത് എന്നെ ഞാനിപ്പോ സ്വന്തമാക്കി. പുതിയ ഫ്യൂച്ചർ ഉണ്ടാവാൻ പോവാ. ഇപ്പൊ ഞാനുണ്ടല്ലോ പുതിയൊരു ലോകത്തിന്റെ റാണിയായിരിക്കാം. ഇനി മുതൽ എന്റെ മാത്രം കസ്റ്റഡിയിലാ.
ബിസിനസ്സിൽ ഷെയർ ചോദിച്ചാൽ തരുമെന്ന് വിചാരിച്ച ഷെയറിന് പകരം എന്തെങ്കിലുമൊക്കെ കഥകൾ പറഞ്ഞങ്ങ് രക്ഷപ്പെടാന്ന് വിചാരിച്ചു. ഈ നാട്ടിൽ വന്ന് അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ എന്റെ ബോസിന്റെ പെർമിഷൻ വേണം. ആര് വന്നാലും ആരെന്ത് ചെയ്താലും ഇതിൽ സൈൻ ചെയ്യുന്ന പ്രശ്നമില്ല. നീ നിന്റെ ബോസിനോട് പറഞ്ഞേക്ക്, വേട്ടയാടുന്ന സിംഹത്തെ ഞങ്ങളും കുറേയായിട്ട് വളർത്തുന്നുണ്ടെന്ന്. വെണ്ടിപ്പോകരുത്. പഞ്ച് ഡയലോഗൊന്നും വേണ്ട, പരലോകത്തേക്ക് അയക്കും ഞാൻ. വായടച്ചിട്ടേ സൈൻ ചെയ്യാൻ നോക്ക്. എന്റെ ബോസ് വന്നാലുണ്ടല്ലോ. ഇവരോടൊക്കെ ഇത്തരത്തിലുള്ള കുശലം ചോദിച്ചു നിന്നാ വന്ന ജോലിയൊന്നും തീരില്ലടാ. നമുക്ക് ജോലി തീർക്കണമെന്നുണ്ടെങ്കിലേ പഞ്ചായത്ത് നടത്താനും ഇവരെയൊക്കെ നല്ല വഴിക്ക് കൊണ്ടുവരാനും നല്ല അനുഭവം വേണം. ഇപ്പൊ നീ അവനോടൊന്ന് പറഞ്ഞു നോക്കിയേ. സൈൻ ചെയ്യണം. ഏയ്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, നീ റിയൽ ബോസ് ആണെങ്കിൽ ഭയപ്പെടാതിരിക്കാൻ ട്രൈ ചെയ്തോ. കുറെ നേരമായിട്ട് നീ ഞങ്ങളോട് ഒരുപാട് സംസാരിച്ചു. ഞങ്ങൾ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. ഞങ്ങളുടെ പുറകിലും ഒരുപാട് ഗ്യാങ് ഉണ്ടടാ. നിന്റെ സിസ്റ്റം ഞങ്ങൾ ഹാക്ക് ചെയ്തിരിക്കും. അതെ, നീ ഒന്ന് വന്നേ. ഇവിടെ വരുന്നവന്മാരൊക്കെ എനിക്ക് അവനെ അറിയാം, ഇവനെ അറിയാം, ഞാൻ വിളിച്ച അവൻ വരും ഇവൻ വരും എന്നൊക്കെ പറഞ്ഞ് എന്റെ പവർ, എന്റെ മീറ്റർ, കാട്ടിൽ ഞാൻ സിംഹത്തിനെ വളർത്തി, ഞാൻ അത് വളർത്തി, ജിമ്മിൽ പോയി, അവിടെ പോയി എന്നുള്ള കഥകളൊക്കെ പറഞ്ഞാലേ അവരവരുടെ സ്ഥാനത്ത് അവരവരുടെ പവറാണ് കാണിക്കേണ്ടത്. വേറെ സ്ഥലത്ത് വന്ന് സ്വന്തം പവർ കാണിക്കണമെങ്കിലേ എന്നെ പോലെ നല്ല ധൈര്യം ഉണ്ടാവണം. എന്റെ സിസ്റ്റം ഹാക്ക് ചെയ്യാനുള്ള വൈറസ് ഇനിയും ജന്മമെടുത്തിട്ടില്ലടാ. ജനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. അവൻ എത്ര ദൂരം എന്ന് വെച്ചാ ഓടുക, ഓടത്തടാ. വേണ്ട വേണ്ട വേണ്ട, എന്നെ രക്ഷിക്കൂ. വേണ്ട വേണ്ട. പേപ്പറിൽ വേണ്ട ഇവന്റെ സിഗ്നേച്ചറൊക്കെ വാങ്ങിയിട്ട് ഏതെങ്കിലും കൊക്കയിൽ കൊണ്ടുപോയി തട്ടിയേക്കണം. എനിക്കിത് വേണ്ട. ഇതിലെന്തൊരു ശക്തിയുണ്ട്. എനിക്കാകെ പേടിയാവുന്നുണ്ട്. പേടിക്കാനായിട്ട് എന്താ സംഭവിച്ചേ? നീ ഇതിനെ കുറിച്ച് മാത്രം ആലോചിച്ച് കടന്നിട്ടുണ്ടാവും. അപോലെ സ്വപ്നം കണ്ടു കാണും. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ.
സ്മിത സ്മിത ഏയ്, എന്താ സ്മിത? സ്മിത എന്താ പറ്റിയത്? ഡോക്ടറെ ഒന്ന് നോക്ക് ഡോക്ടറെ. സ്മിത 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 കണ്ണു തുറക്ക്. സ്മിത എഴുന്നേൽക്ക്. സ്മിത 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 നിനക്ക് എന്താ പറ്റിയത്? ഡോക്ടറെ എന്താ പറ്റിയത്? നന്നായിട്ടൊക്കെ തൊഴാൻ പറ്റിയോ? ആ കുഴപ്പമില്ലാണ്ടൊക്കെ തൊഴാൻ പറ്റി. ചേച്ചി ഇന്ന് എന്താ അത്ര സിമ്പിൾ ആയിട്ട് വന്നിരിക്കുന്നത്? ഞാൻ അമ്പലത്തിലേക്ക് വന്നതാ, ഫംഗ്ഷന് വന്നതല്ല. ഗുരുവായൂരപ്പാ രക്ഷിക്കണേ, അവരെ നശിപ്പിച്ച് എന്നെ മാത്രം രക്ഷിക്കണേ ഗുരുവായൂരപ്പാ. അത് ഞാൻ കഴിഞ്ഞ ദിവസം മാറ്റി. ഇതും കൊള്ളാം. എനിക്കെന്ത് കണ്ണു കാണൂലേ? തനിച്ചൊരു പെൺകുട്ടി അമ്പലത്തിലേക്ക് വന്നാ മതി, പുറകെ തന്നെ വരും ശല്യങ്ങള്. നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളൊന്നും ഇല്ലേ? എല്ലാവരും അമ്മയും പെങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാലേ എനിക്ക് കെട്ടാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? എന്നെ അടിച്ച നീയാ? എന്താ പെണ്ണുങ്ങളെ കാണുമ്പോ നിനക്കെന്താ ഇളക്കം? നിന്നെ കണ്ടല്ലോ നിന്നെ വെറുതെ വിടാൻ പാടില്ല. അടിക്കണേ, മതി കിട്ടിയതൊക്കെ ലാഭം. അയ്യോ ചേച്ചി എന്റെ മാനൊന്നും കാണുന്നില്ല. അയ്യോ ഇനി എന്ത് ചെയ്യും? അമ്മാന് നമ്മളെ പറ്റിച്ചു കളഞ്ഞല്ലോ. എന്റെ ഭർത്താവ് ഞാൻ എങ്ങനെ വരും? ഡോക്ടർ എന്തായി കാര്യങ്ങള്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അവളുടെ ശരീരത്തിൽ പാമ്പിന്റെ വിഷം ഉണ്ടായിരുന്നു. പാമ്പ് വിഷം കാരണമാണ് മരണപ്പെട്ടത്. ഡോക്ടറെ, നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ സ്മിതയെ പാമ്പ് കൊത്തിയെന്നാണോ പറഞ്ഞു വരുന്നത്? ഏയ്, പാമ്പ് കൊത്തിയത് കൊണ്ടല്ല. റിപ്പോർട്ടിൽ പറയുന്നത് പാമ്പ് വിഷമേറ്റത് കൊണ്ടാണ് മരിച്ചതെന്നാണ്. അങ്ങനെയാണോ? അതെങ്ങനെയാ സംഭവിച്ചിരിക്കുക? എന്താ തോന്നണമെന്ന് വെച്ചാൽ ഇതിനകത്ത് 100% എന്തോ പവർ ഉണ്ടെന്നാണ്. എന്തായാലും ഈ ഡയമണ്ട് നമ്മുടെ കയ്യിൽ വെക്കുന്ന അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ മോഡേൺ യുഗത്തില് അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല. നിങ്ങൾ എന്തിനാ ഇത്രയും പേടിക്കുന്നത്? ആ ഡയമണ്ട് ഞാൻ കൊണ്ടുവയ്ക്കണം. ഡെയിലി ഇതന്നെ ചെയ്യുന്നേ, പക്ഷെ എനിക്ക് ഒന്നും വാങ്ങി തരുന്നേ ഇല്ല. ഇതിന് മാത്രം ഒരു കുറവില്ല. എന്ത് നീ അങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി തരാം. നിനക്ക് എന്താ വേണ്ടത്? പറ മോളെ. എനിക്ക് നിനക്ക് എനിക്കത് വേണം. അത് നിനക്കുള്ളത് തന്നെയല്ലേ? നോട്ടി അതല്ല പറഞ്ഞത്, ഡയമണ്ട്. ഡയമണ്ടോ? അറിയില്ലേ? അതല്ല മുത്തേ, അതുകൊണ്ട് കുറച്ച് പണിയുണ്ട്. പറ്റില്ലെങ്കിൽ പറഞ്ഞാ പോരെ, എന്തിനാ വെറുതെ കളിപ്പിക്കുന്നു? ചുമ്മാ പറഞ്ഞല്ല, ഉള്ളതാ. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേ. നിന്റെ ഡ്രസ്സും കൂടി ഡയമണ്ട് കൊണ്ട് ഉണ്ടാക്കി തരാം. അതെ ചക്കരെ, സത്യമായിട്ടും. ഞാനേ ആ ഡയമണ്ട് ഒരു പ്രാവശ്യമെങ്കിലും കണ്ടോട്ടെ. ഡയമണ്ടിലല്ലേ?
ആ ഡയമണ്ട് എവിടെ? നമ്മളിൽ ആരും ഒരാൾ പല്ല് തേച്ചിട്ടില്ല, വല്ലാണ്ട് നാർന്നുണ്ടാ. പല്ല് തേക്കാത്തല്ലടാ, ആരോ നേരം വേണം കഴുകിയിട്ടില്ല, അതായി നാർന്നത്. ഇത് പാർക്ക് എല്ലാവർക്കും അറിയാലോ. ഇവിടെ ആർക്കും അറിയില്ല. Shut up, you idiots. This is very serious. ഇവിടെ ആന്റി അങ്കിൾ ആന്റി ഇവര് അങ്ങനെ എല്ലാവരും ഇവിടെ വരുന്നതാ. വന്ന ജോലി കൃത്യമായിട്ട് തീർത്തിട്ട് ഇവിടെ എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവണം. എത്ര നാളെ ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നു. പ്ലീസ്, ഇവിടെ ആരും കാണുന്നില്ല. കാണും. ആരും നമ്മൾ മാത്രമേ എനിക്ക് നാണാവും. സാർ എന്താടാ സാർ ഗ്യാസ് സാർ നിനക്ക് വേണം? അതെ സാറേ. നീ അങ്ങോട്ട് തിരിഞ്ഞത്. സാർ ഇതല്ല സാറേ, പെർഫ്യൂമാണ് സാറേ. അതെ സാറേ, സാറേ ഇതൊന്ന് നോക്കിയ സാറേ, ഇത് നമ്മൾ അടിച്ചാലുണ്ടല്ലോ ശരീരം മൊത്തമായിട്ട് ഇങ്ങനെ സ്മെല്ല് വരും സാറേ. ഇതെടുത്തോ സാറേ. ഓഹോ, മണമൊക്കെ എത്ര വരും അല്ലേ? അതെ സാറേ. നിനക്ക് വേണോ? 200 രൂപ ചില്ലറ ഉണ്ടോ നോക്കിയേ. 2000 ഇരിക്കുന്നുണ്ടല്ലോ. വേണ്ട, പോ. നീ വാടി മുത്തേ. ഇത്രയും ചെറ്റയാണോ ഇവൻ? പെണ്ണിനെ കൊണ്ട് വന്നിരിക്കുക. ഒന്നേ ഉള്ളേ. സാറേ എന്റെ അച്ഛനുണ്ടല്ലോ സാറേ, കുടിച്ചിട്ടേ ഉള്ളിലെ ലിവർ എല്ലാം പോയിരിക്കുക. പിന്നെ എന്റെ അമ്മയുണ്ടല്ലോ സാറേ. അതെ സാറേ, എന്റെ അമ്മ. സാറേ ഞാൻ ഒരാള് മാത്ര ഇങ്ങനെ ഓടി 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 കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നത് സാറേ. ഇതൊന്ന് വാങ്ങിക്കും സാറേ. മേഡം ഒന്ന് പറഞ്ഞു കൊടുക്കും മേഡം. സാർ 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 അതെ, ഇവരടുത്തിരിക്കുമ്പോ ആദ്യം അവർക്കല്ലേ അടിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ അടിക്കാൻ പാടില്ലെന്നേ. അങ്ങോട്ട് അടിച്ചു കൊടുക്ക. അടി 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 അടി. ഒന്നങ്ങോട്ട് അടിക്കുന്നേ. അടിച്ചോ അടി. ബൈ. ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ അതെ. സൂപ്പർ. അമ്മാവ നമസ്കാരമുണ്ട്. നിങ്ങക്ക് സർപ്പദോഷം ഉണ്ടോ? അതെ, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് ദിവ്യദർശനം. പാർക്കിലുള്ളവരുടെ ഒക്കെ പേഴ്സ് നമ്മുടെ തന്നെയാണ്.
നമുക്കിന്നൊരു അടിപൊളി ചരക്കിനെ കിട്ടിയിട്ടുണ്ട് മോനെ. എല്ലാവർക്കും ഇത് എൻജോയ് ചെയ്യാം. നല്ല ചിൽഡ് സൂപ്പർ ആളിയാ. ആരാടാ നിങ്ങളൊക്കെ? അതിനിപ്പോ ആരും വന്നാൽ എന്താ തല്ല് വെറുതെ അങ്ങോട്ട് കൊണ്ടാ പോരാ. എനിക്ക് നല്ല തല്ലുകൊള്ളാൻ തയ്യാറായിട്ടിരുന്നോ നീ? ഇത് എന്റെ ഏരിയ. ആ പ്ലേസ് ചിലപ്പോ നിന്റെ ആയിരിക്കും, പക്ഷെ പ്ലാൻ അത് ഞങ്ങളുടെയാണ് മോനെ. നിനക്കൊന്നും മനസ്സിലായില്ലല്ലേ? നിങ്ങൾ അവളെ കൂട്ടിട്ട് വന്നതല്ലേ? അവള് നിങ്ങളെ കൂട്ടിട്ട് വന്നാണ്. മുത്തേ ഇവിടെ വാ, അല്ലെങ്കിൽ നീ വിവരം അറിയൂ. ഇവിടെ ഇപ്പൊ കിട്ടിയാലോടല്ല പൊള്ളിച്ചടുക്കടാ. എന്താണ് ഈ കയ്യോങ്ങുന്നത്? പെണ്ണുങ്ങളായ അടങ്ങിയിരിക്കണം. ഞങ്ങളുടെ നേരെ കയ്യോങ്ങിയാലുണ്ടല്ലോ. അവരുള്ളപ്പോ നമ്മളെന്താ റിസ്ക് എടുക്കുന്നത്? അവിടെ നിൽക്ക. ആ തുടങ്ങിക്കോ. റേപ്പ് ആണെങ്കിലും റാഗിംഗ് ആണെങ്കിലും അതിനെതിരെ പോരാടാൻ ഇവിടെ ആളുകളുണ്ട്. സ്വന്തം വീട്ടിലെ കുട്ടികൾക്ക് സംഭവിക്കില്ല എന്ന് കരുതി ഞങ്ങളൊക്കെ മിണ്ടാതിരുന്ന ഇത്രയും കാലം. അതുകൊണ്ടാണ് നിങ്ങളെ പോലുള്ളവർ തോന്നിയാസൊക്കെ കാണിക്കുന്നത്. ഇതുപോലെ ഞങ്ങൾ അവരെ സംരക്ഷിക്കുകയാണെങ്കിൽ അന്നേ നിങ്ങളുടെയൊക്കെ എല്ല് ഞങ്ങൾ ഒടിച്ചിരുന്നെങ്കിൽ ഇന്നിതൊന്നും സംഭവിക്കില്ലായിരുന്നടാ. നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഈ സ്ത്രീകളൊക്കെ അടുക്കളയിൽ ഒതുങ്ങേണ്ടവരല്ല. ഞാനും നീ മാത്രമല്ല അവർക്ക് വില കൊടുക്കേണ്ടത്. ഈ ലോകത്തിന്റെ സൃഷ്ടിക്ക് തന്നെ അവരാണ് കാരണം. അവരൊക്കെ ഒന്ന് മനസ്സ് വെച്ചാലുണ്ടല്ലോ, ഈ ലോകം തന്നെ ഭസ്മായി പോകണം. ചേട്ടാ കഴിക്കാൻ എന്തെങ്കിലും തരൂ, എനിക്ക് വിശന്നിട്ട് ഒട്ടും വയ്യ. ഈ പിച്ചെടുക്കുന്ന കുട്ടികളൊക്കെ ഇവിടേക്കാണോ വരിക? പോ പോ പോ, ഇവിടൊന്നുമില്ല പോ. സത്യമായിട്ട് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ചേട്ടാ കഴിക്കാൻ എന്തെങ്കിലും തരൂ. പറഞ്ഞാ മനസ്സിലല്ലേ, ഇവിടെ കച്ചവടം പോലും നടന്നില്ല. അതിന് മുന്നേ പിച്ചെടുത്തിട്ട് വരും. കട തുറക്കുമ്പോഴേക്ക് ഓരോന്നിങ്ങനെ കേറി വന്നോളും. എന്താ ഉണ്ടായത് മോളെ? എനിക്ക് വിശന്നിട്ട് വയ്യ. മോളെ എൻ്റെ കൂടെ വാ. അണ്ണാ ഈ കുട്ടിക്ക് കഴിക്കാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ. എന്റെ അമ്മ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. അമ്മയ്ക്ക് തീരെ സുഖമില്ല.
അമ്മയ്ക്ക് വാങ്ങിച്ചു തന്നാ മതി പ്ലീസ്. നീ എന്തെങ്കിലും കഴിച്ചോ മോളെ? ഇല്ല. എന്നാ ശരി, ആദ്യം മോള് കഴിച്ചോ, എന്നിട്ട് നമുക്കേ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാം അമ്മയ്ക്ക്. എന്താ പോരെ? അതെ, ഇത് വലിയ ഹോട്ടലാണല്ലോ, ബിസ്ലറി വാട്ടർ ഒന്നും ഇല്ലല്ലേ? വീട് ഇവിടെയാണ് അല്ലേ? ശരി, ചെല്ല്. ബൈ ബൈ. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഏത് അവസ്ഥയിലായിരുന്നോ അതേ അവസ്ഥയിലാവളിപ്പോ. അന്ന് എനിക്ക് കൂട്ടായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. എന്നാ ഇന്നു മുതൽ അവൾക്ക് കൂട്ടായിട്ട് നമ്മളെല്ലാവരും ഉണ്ടാവണോടാ. ആ കുട്ടിയെ എനിക്ക് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മേ 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 എഴുന്നേക്ക് അമ്മേ, എഴുന്നേക്ക് അമ്മേ. അമ്മേ നോക്ക്, ഞാൻ കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എണീക്ക് അമ്മേ. അമ്മേ എണീറ്റ് ഇത് കഴിക്ക്. എന്താ അമ്മേ എണീക്കാതെ? അമ്മേ ഞാൻ കുറെ നേരമായിട്ട് വിളിക്കുക, അമ്മ എണീക്കുന്നില്ല ചേട്ടാ. ചേട്ടാ അമ്മ എണീക്കുന്നേ ഇല്ല. ഒന്ന് എണീപ്പിക്കാമോ? അമ്മേ 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 എനിക്ക് അമ്മേ ചേട്ടാ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അയ്യോ ശിവ, ശിവ, ഇന്നലെ നടന്നതിനെ കുറിച്ച് മാത്രം എന്തിനാ നീ ഇങ്ങനെ ആലോചിക്കണേ? വിട്ട് കളയടാ. എന്താ പറഞ്ഞേ? ഞാനിത് വിട്ടുകളയണ? നമ്മൾ അനാഥരായിരിക്കുമ്പോൾ നമ്മളാരും ശ്രദ്ധിക്കാത്തതുകൊണ്ടാ ഇന്ന് നമ്മൾ വലിയ കള്ളന്മാരായത്. അന്നൊക്കെ നമ്മൾ ആരെങ്കിലൊക്കെ നോക്കിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഇങ്ങനെ ആവില്ലായിരുന്നടാ. നമ്മൾ വേറെ എവിടെയെങ്കിലൊക്കെ എത്തിയേനെ. നമ്മുടെ ജീവിതം തന്നെ കഷ്ടപ്പാടില്ല, പിന്നെ നമ്മൾ വിചാരിച്ചൊക്കെ നടക്കുമോ? ഇങ്ങോട്ട് നോക്ക്, നമ്മൾ ചെറിയ ചെറിയ കളവുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇതുപോലെയുള്ള വിഷയത്തിലൊന്നും നമ്മൾ കയറി തലവയ്ക്കണം. ഇനി നമ്മൾ ചെറിയ ചെറിയ മോഷണമൊക്കെ അവസാനിപ്പിക്കാം. പിടിക്കുകയാണെങ്കിൽ തിമിംഗലത്തിനെ പിടിക്കണോടാ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണെന്നാണ് പറഞ്ഞത്. ഇത്രയും കാലം നിന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ലേ? ഇനിയും അതുപോലെ തന്നെ ഉണ്ടാവടാ. നമ്മൾ
നമ്മുടെ സിറ്റിയിലെ ഏറ്റവും വലിയ പണക്കാരനായ അയാള്. മാത്രല്ല അയാളൊരു പൊളിറ്റീഷ്യനാണ്. ഇപ്പൊ ഇയാൾക്ക് കോടികളുടെ ആസ്തിയുണ്ട്. അതായത് 1000 കോടിയുടെ ബിനാമി സ്വത്ത്. നെക്സ്റ്റ് ഇവനെ കൈക്കൂലി വാങ്ങിയിട്ടാ ഇത്ര വലിയ കോടീശ്വരനൊക്കെ ആയത്. ഇവനെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വലിയ വലിയ ആളുകളുമായിട്ടൊക്കെ കണക്ഷൻസ് ഉള്ളത്. നിങ്ങൾക്ക് അറിയോ ഇവന്റെ കാര്യമൊക്കെ? മതിയടാ നെക്സ്റ്റ്. ആ, ഇയാള് പിന്നെ ഇത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാ. നമ്മുടെ ലിസ്റ്റില് ഇവനാണ് മെയിന്. ഈ പൊളിറ്റീഷ്യൻകാരുടെ കയ്യിലില്ലാത്ത കാശ് അത് ഇവന്റെ കയ്യിലുണ്ട്. ഇവന് കോർപ്പറേറ്റുകാർ മാത്രമല്ല, ഇവിടെ ചീഫ് മിനിസ്റ്റർ വരെ പിടിയുണ്ട്. കിട്ടിയാ ഊട്ടിയാ. നമ്മുടെ കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇവനെ പൊക്കിയാലേ നടക്കും. യെസ്, യെസ്, ഹി ഈസ് ദ റൈറ്റ് പേഴ്സൺ. അവനിപ്പോ എവിടെ ഉണ്ടാവുക? എനിക്കറിയാം ശിവ. അയ്യോ എന്റെ എന്നോട് ക്ഷമിക്കണേ ഏട്ടാ, എന്നോട് ക്ഷമിക്കണേ. എന്നോട് ക്ഷമിക്കണേ ഏട്ടാ. എന്നോട് ക്ഷമിക്കാനായിട്ട് ഞാൻ എന്താ വല്ല രാഷ്ട്രപതിയോ മറ്റാണോ? എന്നെ ഒന്നും ചെയ്യല്ലേട്ടാ. അയ്യോ ഒരു പാവാണ്. എന്നെ ഒന്നും ചെയ്യല്ലേ. അതെ പ്ലീസ് പ്ലീസ് എന്നെ ഒന്നും ഞാൻ കൊണ്ടുപോകില്ല. ഒന്നും ചെയ്യല്ലേ. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ ഒന്നും ചെയ്യല്ലേ. അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ നമുക്ക് വേണ്ടടാ. ശിവ, നീ എന്ത് പറയുന്നു? നിങ്ങൾ ഡിസൈഡ് ചെയ്തതിന് ശേഷം എന്തിനാ പിന്നെ ഒരു ഡിസ്കഷൻ? നല്ല ധൈര്യമുള്ളവനെ ശത്രു എത്ര ബലവാനായാലും ശരി അവനെ തോൽപ്പിക്കാൻ പറ്റും. പേടിയുള്ളവനെ ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. അതുപോലെ ജയിക്കുന്നവനുണ്ടല്ലോ ഒരിക്കലും പേടിക്കാത്തവനായിരിക്കും. എടാ രാജ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ മരണം അവൻ്റെ കൈകൊണ്ടാണെങ്കിൽ നമുക്ക് ആ വിധി ഒരിക്കലും മാറ്റാനേ പറ്റില്ലടാ. നീ മരിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു നിമിഷമെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും കാലം നമ്മൾ മോഷ്ടിച്ചിട്ടേ നമ്മൾ എന്താ നേടിയത്? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എടാ, യുദ്ധത്തിനിറങ്ങാൻ തീരുമാനിച്ച പിന്നെ നമ്മൾ വേറൊന്നും ആലോചിക്കാൻ പാടില്ലടാ. ജയിക്കുന്നത് അവനാണോ നമ്മളാണോ അതൊന്നും എനിക്കറിയില്ല. നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കാര്യത്തിന് മാത്രമോ, അതിനൊരിക്കലും മാറ്റമില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോണില്ല. അത് മാത്രമല്ല, യുദ്ധത്തിന് ഇറങ്ങാതെ തോൽവി സമ്മതിക്കുന്നതിന് പകരം പരസ്പരം ഏറ്റുമുട്ടി തോൽവി ഏറ്റുവാങ്ങുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊന്നും ശരിക്കും ഫേസ്ബുക്ക് ജനറേഷൻ അല്ല, ഫേസ് ചെയ്യാൻ പറ്റുന്ന ജനറേഷൻ ആണെന്ന് കാണിച്ചു കൊടുക്കാം. നിന്നെ നോക്കി വന്നൂടാ. വണ്ടി വിടവനെ പിന്നാലെ.
സിറ്റുവേഷൻ കറക്റ്റ് സിങ്ക് ആയിട്ടിരിക്കുമ്പോ നിന്റെ എടാ ആരാടാ നിങ്ങളൊക്കെ? ആരാ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്? ഞാനായിട്ട് ഇങ്ങോട്ട് വന്നതാ, എന്നെ ആരും അയച്ചതല്ല. ഒരു ഊച്ചാളി നെറ്റ്വർക്ക് വെച്ച് ഡൽഹി വരെ കണക്ട് ചെയ്ത് കുറെ പേരെ അങ്ങ് പേടിപ്പിച്ച് അതിൽ കുറെ പേരെ പരലോകത്തേക്ക് അയച്ച് എന്റെ റൂൾസിനെ ബ്രേക്ക് ചെയ്ത് എന്നെ റെസ്റ്റ് എടുപ്പിച്ച് ഞാൻ ആരാണെന്ന് അറിയാത്തവർക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി കൊടുപ്പിച്ച് ഇന്ന് വരെ റൗഡിസം കൊണ്ട് നടക്കുന്ന എന്നെ തന്നെ കിഡ്നാപ്പ് ചെയ്യുവാണോ? കിഡ്നാപ്പ് ചെയ്തോന്നല്ല, കിഡ്നാപ്പ് ചെയ്തടാ. ഇതിൽ കൂടുതൽ എന്തേലും ചെയ്യുവാണെങ്കിൽ നിന്നെ കൊന്ന് കല്ലറ വെക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഒരുപാട് ആഗ്രഹത്തോടെ കച്ചൊക്കെ നന്നായിട്ടുണ്ടല്ലോ. ഒരു കാര്യം പറയട്ടെ, എനിക്ക് ശവക്കല്ലറ ഒരുക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. നീ ചെയ്ത ഫൈറ്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇനി മുതൽ നിനക്ക് വേണ്ട എല്ലാ സൗകര്യവും ഞാൻ റെഡിയാക്കാം. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ കൂടെ നിൽക്കാൻ ഹലോ
ശരി ശരി നീ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ? നീ എന്തുകൊണ്ട് ചെയ്തില്ലേ? ചേട്ടാ എവിടേക്കാ പോയിരുന്നു? ഞങ്ങൾ ആകെ പേടിച്ചു പോയി. എന്താ നീ പറയുന്നേ? എന്റെ വണ്ടി ഫോളോ ചെയ്യാനല്ലേ പറഞ്ഞേ? സോറി ചേട്ടാ, പറ്റിപ്പോയതാ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പമൊന്നുമില്ലാന്നോ? ഈ രുദ്രഗൗഡയെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആടുകളാ വന്നത്. ആ ആടുകളെയൊക്കെ വെട്ടി രക്തം കുടിച്ചു. ശരി, ആ കാര്യം വിട്ടേക്ക്. ഇവനാണ് ശിവ. ഇവരൊക്കെ അവന്റെ ഫ്രണ്ട്സാ. ഇന്നു മുതൽ ഇവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെറുതെ ടെൻഷൻ ആവുന്നേ? നിങ്ങൾ ആരെയും കണ്ട് പേടിക്കൊന്നും വേണ്ട. എന്റെ ജീവൻ രക്ഷിച്ച ആളുകളോട് ഞാൻ എല്ലാ കാലത്തും ഈ നന്ദി കാത്തു. എടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നമ്മുടെ ഈ ചേട്ടൻ വളരെ കൂളാണ്. ഇവർക്ക് മുറിയൊക്കെ കാണിച്ചു കൊടുക്കുക. ശരി ഏട്ടാ, വന്നോളൂ. ചെല്ലേ, വരട്ടെ ഏട്ടാ. അടിക്കാതെ കേറി പോരടാ. ഇതാ നിങ്ങളുടെ റൂം. എടാ, ശാലിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത് നന്നായി കേട്ടോ. ഇവരെയൊക്കെ കാണുമ്പോ തന്നെ ഒരു റൗഡിയുള്ള പോലെ. മോനെ, ഇതുപോലെ എത്ര പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാ? വിട്ട് കളയടാ. എടാ, ഒന്നും മിണ്ടാതിരിക്കടാ. അവരെ കാണുമ്പോഴേ തന്നെ കഴുത്തിറക്കണ പാർട്ടിയെ പോലെയാ. അടുത്ത പെരുന്നാളിന് ചിലപ്പോഴേ നമ്മളെ പിടിച്ചിറക്കും. ഞാൻ പറഞ്ഞെന്നേ ഉള്ളു. എടാ ശിവ, ഞാനൊരു കാര്യം പറയട്ടാ. എടാ, തടിയൻ ഉള്ളിൽ പോയിട്ട് കാണാനില്ലല്ലോ. ഇതാ വരുന്നുണ്ടല്ലോ. നീ എന്താ പറഞ്ഞ? എന്താന്ന് വെച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ പറയണ ചക്ക. അയ്യേ, അതെ, ഒരു മിനിറ്റ് ഞാൻ പോരാ. നീയും പോയിട്ട് വാടാ. ഇവർക്കെല്ലാവർക്കും കൂട്ടിന് വന്നിട്ട് ഇപ്പൊ ഞാനുള്ള പേടിച്ച് തോന്നിയേ. എന്ത് ചെയ്യാമോ? ഇപ്പൊ ഞാൻ ഫ്രഷായി. ബൈ. ഏതോ ജന്മത്തിൽ ഞാൻ ഇവനെന്ത് പറ്റിയടാ? എന്തൊരു ചൂടാ. എവിടെ ഞാൻ നോക്കട്ടെ. ഇവനും കരഞ്ഞിട്ട് തന്നെയാടാ വരുന്നേ. എടാ ശിവ, ഒരു 5 മിനിറ്റ് ഇപ്പൊ വരാം. ഇതുപോലത്തെ റൗഡിയുടെ വീട്ടിലേക്കാണോ എന്നെ കൊണ്ടുവന്നേ? എന്റെ പണി തീരുവല്ലോടാ. ഞാൻ കരയാൻ പാടില്ല. ആരാണെന്നാടാ വിചാരിച്ചേ? ഇപ്പൊ തന്നെ 5 പേരെ കൊന്നിട്ടുണ്ട്. ധൈര്യമായിട്ടിരിക്കടാ. ഏർപ്പാട കാറ്റില്ല. ചേട്ടാ, ശിവയെ ഇങ്ങോട്ട് വിളിക്ക്. അതെ ശിവ, ചേട്ടൻ വിളിക്കുന്നുണ്ട്. ഞാനിപ്പോ ശ്രദ്ധിക്കണേ. ശിവ, അയാളെ കണ്ടാലേ അറിയാട്ടോ. നീ ശ്രദ്ധിച്ചേക്കണേ. ശിവ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് ഹലോ, ഞാൻ 10 മിനിറ്റിനുള്ളിൽ വരാം. എനിക്കൊരു അർജന്റ് കാര്യമുണ്ട്. 1 അവറിൽ തിരിച്ചെത്താം. ശരി. അതുവരേക്കും ഈ ഡയമണ്ട് നീ സൂക്ഷിക്കണം. ശ്രദ്ധിക്കണം കേട്ടോ. എന്തിനാ ഈ ഡയമണ്ട് ഇവന്റെ കയ്യിൽ കൊടുത്തത്?
ശിവ, ഈ ഡയമണ്ടിനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല, ശ്രദ്ധിച്ചോ. അതാ പറഞ്ഞേ, ബി കെയർഫുൾ. ഇങ്ങോട്ട് വന്നേ, ഞാൻ നോക്കട്ടെ എന്താന്ന്. വന്നേ. ആഹാ, ഇത് ഡയമണ്ട്. ഇത് കാരണം 2-3 പേര് ചത്തുന്ന. അത് നമ്മള് വിശ്വസിക്കണമെന്ന്. ഈ കഥ എവിടെ നടക്കിട്ടില്ല. സത്യം വിചാരിക്കട്ടെ, നമ്മുടെ കയ്യിലെങ്കിലും ഇനിയിപ്പെന്താ ചെയ്യാ? പറഞ്ഞു ഞാൻ കേട്ടില്ല. എന്റെ ജീവിതം കൊഞ്ഞട്ടെ എന്ന് തോന്നണേ. ഇനിയിപ്പെന്താ ചെയ്യാ? നീ തന്നെ കത്തോളേ. അയ്യോ, എന്തത്? ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അയ്യോ, ഇവിടെ വന്നിട്ട് വേണോ എന്റെ ജീവൻ എടുക്കാനായിട്ട്? ദൈവമേ. എന്താ എവിടെ? പെട്ടെന്ന് വാടാ. നോക്കടാ. ശിവ, മരണത്തെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ പേടിക്കുന്ന നമ്മള് ഈ കൊലയാളുടെ കൂടെയാണ് എത്ര നാളുണ്ടായിരുന്നത്. ശിവ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേ? ഒരാഗ്രഹവും ഇല്ലാതെ ഞങ്ങളെയൊക്കെ ഇങ്ങനെ മോഹിപ്പിച്ചിട്ട് നീ ഞങ്ങളെ കൊല്ലാനുള്ള പരിപാടിയാണ്. നമുക്ക് ഇവന്റെ ഫ്രണ്ട്ഷിപ്പേ വേണ്ട. ഒരു ദിവസം ഇവൻ നമ്മളെല്ലാവരെയും കൊന്നൊടുക്കുന്ന തോന്നുന്നു. നീ എന്താണ് ഒന്നും പറയാത്തത്? ഞങ്ങളുടെ ജീവൻ വെച്ചിട്ടാണ് നീ കളിക്കുന്നത്. ഇവനെന്തിനാ നമ്മളെ കൊല്ലുന്നേ? ഇവനെ കൊന്നതെന്ന് അവരറിയുമ്പോ അവര് നമ്മളെ കൊന്ന് കുഴിച്ചു മൂടും. അതിലൊരു സംശയം വേണ്ട. ഇത്രയും കാലം നിന്റെ കൂടെ ഞങ്ങൾ നിന്നതിന് നീ ഞങ്ങളെ നന്നായി ആക്ട് ചെയ്ത് പറ്റിച്ചടാ. നിന്റെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടിട്ട് കൊല ചെയ്യാൻ പോലും നീ മടിച്ചില്ലല്ലോടാ. ാളിയ, അവനോട് ഇനി ചോദിക്കാൻ വേണ്ട, നമുക്ക് ചാവാൻ വേണ്ട. നിങ്ങൾ വന്നേ. നീയൊക്കെ എന്നെ ഇങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? ജീവൻ ചോദിച്ച കൊടുക്കുന്നൊരു കൂട്ടുകാരന് വിഷം തന്ന പോലെ ആഡായത്. നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടുകാരല്ലടാ, എൻ്റെ ചങ്കുകള്. ഇതെല്ലാറ്റിനും കാരണം രുദ്രാക്ഷപുര. ഞാനൊരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. അതെന്താണെന്നറിയില്ല. ഓർമ്മ വയ്ക്കുന്ന കാലം മുതലേ കഷ്ടപ്പാടായിരുന്നു.
അത് മാത്രമല്ലടാ, എൻ്റെ അച്ഛൻ നല്ലൊരു കുടിയനായിരുന്നു, നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം. വീട്ടിൽ വന്നിട്ട് കാശ് ചോദിച്ച് അമ്മയെ എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു. അമ്മ കാശ് കൊടുത്തില്ലെങ്കിൽ പിന്നെ പറയേ വേണ്ട. ആ കഷ്ടപ്പാടുകൾക്കിടയിലും അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അമ്മയ്ക്ക് വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ആ ഒരു ദിവസം ഇന്നും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം. ഞങ്ങളുടെ സ്കൂളിലെ മോണാക്ട് മത്സരത്തിന് അന്ന് എനിക്കായിരുന്നു 1ാം സമ്മാനം. സമ്മാനം കിട്ടിയ സന്തോഷത്തിൽ ഞാൻ അതുകൊണ്ട് വീട്ടിലേക്ക് ഓടി. പക്ഷെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച, അച്ഛനെ കുറെ പോലീസുകാർ ചേർന്ന് തല്ലി പോലീസ് വണ്ടി കയറ്റുന്നതാണ് ഞാൻ കണ്ടത്. തടയാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഞാനൊരു ചെറിയ കുട്ടിയായതുകൊണ്ട് എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ എനിക്കായില്ല. ഇത് പറയാനായിട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഓടി. മദ്യപിക്കാൻ കാശ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് അച്ഛൻ അമ്മയെ നേരത്തെ തന്നെ വേറെ ഏതോ ലോകത്തേക്ക് പറഞ്ഞയച്ചിരുന്നു. ആ നിമിഷം മുതൽ ഞാൻ ഒറ്റപ്പെടാൻ തുടങ്ങി. എൻ്റെ അമ്മയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഈ സിറ്റിയിൽ വന്ന് ഓരോ ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അഭിനയം. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. എനിക്ക് നല്ല അധ്യാപകരെ കിട്ടി. ഞാൻ ഒരുപാട് പരിശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആവാൻ സാധിച്ചു. പിന്നെ എൻ്റെ ജീവിതം മാറി മറിഞ്ഞു. അവസരങ്ങൾ എന്നെ തേടി വന്നു. അവളുടെ പേര് അമൃത. ഡാൻസ് എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ്. എല്ലാ വർഷവും ഓർഫനേജിൽ നിന്ന് ഫ്രണ്ട്സ് നൈറ്റ് ഇവന്റ് ഓർഗനൈസ് ചെയ്യുമ്പോൾ അമൃത അവിടെ വന്ന് പെർഫോം ചെയ്യുമായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പണം അനാഥരായ കുട്ടികൾക്ക് അവൾ ഡൊണേറ്റ് ചെയ്തു. അവൾ ജെമോളജിസ്റ്റ് ആയിരുന്നു. ഒരു ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലെക്ചറുടെ ജോലിയായിരുന്നു അവൾ. ആരോ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു, എന്തെങ്കിലും ഒരു ദിവസം ഒരു പെണ്ണിന്റെ കണ്ണില് നിന്റെ ജീവിതം കാണാൻ സാധിക്കുമെന്ന്, ഒരു പ്രകാശം കാണുമെന്ന്. അത് നിനക്ക് മനസ്സിലായാൽ ആ പ്രകാശം വേറൊന്നുമല്ല, അത് എൻ്റെ അമൃത തന്നെയായിരുന്നു. അമൃതയെ കാണുമ്പോഴെല്ലാം ഒരു പ്രകാശം അവളുടെ കണ്ണിൽ. ഐ ലവ് യു. എൻ്റെ അമ്മ എന്നിൽ നിന്ന് പിരിഞ്ഞ ശേഷം എൻ്റെ അമ്മയെ പോലെ തന്നെ എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടെന്ന് അമൃതയുടെ രൂപത്തിൽ ദൈവം എനിക്ക് കാണിച്ചു തരികയായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. അമൃതയുടെ മാതാപിതാക്കളോട് ഞാനും അവളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവതരിപ്പിച്ചു. അവരും ഞങ്ങളുടെ ബന്ധത്തെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ആ സന്തോഷം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? നീ എൻ്റെ കണ്ണിൽ തന്നെ നോക്കിക്കോ. 2 കണ്ണുകളും ചേർന്ന റെയിൻബോ കാണാൻ പറ്റുന്ന. എടാ പൊട്ടാ, ഇത് ഓഫീസാണ്. ഇവിടെ സൈലന്റായി മെയിൻറ്റെയിൻ ചെയ്യണം. ഹലോ മാഡം, ഡയമണ്ട് ചെക്ക് ചെയ്യാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അകത്തേക്ക് വിടട്ടെ? ആ, അയച്ചോളൂ. നമസ്കാരം മോളെ. നമസ്കാരം, ഇരിക്കൂ.
ഈ ഡയമണ്ട് ഒന്ന് പണയത്തിലെടുത്ത് ഇതിന് എത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞ വളരെ നന്നായിരുന്നു മോളെ. ഇദ്ദേഹം അറിഞ്ഞിട്ടാണോ വന്നത് അതോ അറിയാതെയാണോ വന്നത്? എന്താ പറയാ? ഞാൻ ചെന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. എന്റെ മോനെ കാണുമ്പോ മുത്തച്ഛന്റെ അതേ ചായ ഉണ്ട്. ഇവളും നിങ്ങളുടെ മുത്തശ്ശിയെ പോലെ തന്നെ സംസാരിക്കാറ്. ആ കാര്യം അറിയോ നിങ്ങൾക്ക്? അത് അച്ഛൻ ഞാനിത് ചെക്ക് ചെയ്തു. പക്ഷേ ഇത് ഡയമണ്ട് അല്ല. ഇതാരും നിങ്ങൾക്ക് റോങ് ഇൻഫർമേഷൻ തന്നതാ. ഇത് വളരെ പഴയതായതുകൊണ്ട് നിങ്ങൾക്കൊരു 2000 രൂപ കിട്ടും. ഈശ്വരാ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇതിന്റെ വില 2000 രൂപയുള്ളൂ. ഈശ്വരാ, എന്റെ കുട്ടികളുടെ അടുത്ത് ഞാൻ എന്താ പറയാ? ഇത് വിശ്വസിച്ചിട്ടൊരു കുടുംബം പുറത്തിരിക്കുന്നുണ്ട്. ശരി മോളെ, ഞാൻ പോയിട്ട് വരാം. അച്ഛൻ വരുന്നുണ്ട്. നോക്കി എന്താ പറയേ അച്ഛാ, എന്താ ചോദിച്ചാ? അവരെന്താ പറഞ്ഞേ? ഇതിനിപ്പോ കൂടുതലൊന്നും കിട്ടില്ലെന്നാ. 2000 രൂപയെ കിട്ടുള്ളൂ. എണീക്കാൻ പറഞ്ഞ് ഗണീറ്റോടുന്നു വെറുതെ. ഇത് ഒറിജിനൽ ഡയമണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ഞാനും എന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ നിങ്ങളെ എത്ര കാലം നോക്കിയതാണെന്നറിയോ? നിങ്ങൾ ഇവിടെ കിടന്ന് ചത്തോ? മണി പോകല്ലേ അങ്ങോട്ട്. നാണല്ലേ മനുഷ്യ നിങ്ങൾക്ക്? മക്കളെ പോകല്ലേ? എടാ നിക്കടാ, പോകല്ലടാ. എന്താ ചെയ്യ? എന്താ ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നേ? ഇത് തലമുറകളായിട്ട് ഞങ്ങൾ കൈമാറി വന്ന ഡയമണ്ട് ആയിരുന്നു മോളെ. ഇത് വിറ്റ ഒരുപാട് കാശ് വിട്ടെന്ന് വെറുതെ മോഹിച്ചു പോയി. ഈ ഡയമണ്ടിനെ സ്വപ്നം കണ്ടുകൊണ്ട് അകന്നു പോയവരൊക്കെ ഒന്നായി ചേർന്നു. പക്ഷെ ഇപ്പോ ഇതിന് മൂല്യമില്ല, കാശ് കിട്ടില്ലെന്ന് കണ്ടപ്പോ എല്ലാവരും എന്നെ വിട്ടിട്ട് പോയി മോളെ. ഞാൻ ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എന്റെ ഈ വിഷമം ഞാനിനി ആരോടാ പോയി പറയാ? അച്ഛാ, ഇത്രയധികം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛന്റെ യഥാർത്ഥ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം ആർക്കും ഇല്ലെന്ന് കരുതിയാ മതി. അച്ഛൻ എന്റെ കൂടെ വന്നോളൂ. അവിടെ താമസിക്കാൻ ഒരു സ്ഥലമുണ്ട്. അടിപൊളി സ്ഥലമാണ്. ഈ മക്കളെല്ലാവരും ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല. അച്ഛൻ അവിടെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സാധിക്കും. അച്ഛന് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആരോഗ്യമുണ്ട്, ധൈര്യമുണ്ട്, ബലമുണ്ട്. ജീവിക്കുവാൻ വേണ്ടി കാശ് മാത്രമല്ല വേണ്ടതെന്ന് അച്ഛന്റെ മക്കൾക്കെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അച്ഛൻ എഴുന്നേക്ക്. ഈ വീടിൻ്റെ പേരാണ് മഠം. എന്നെപ്പോലെ അനാഥരായ ഒരുപാട് ആളുകൾക്ക് ഒരു അത്താണിയായിരുന്നു മഠം എന്ന് പേരുള്ള ഈ വീട്. അവിടെ എല്ലാവരും സന്തോഷവാന്മാരായിരുന്നു, സമന്മാരായിരുന്നു. അവിടെയുള്ളവരിൽ പലരും മക്കളാൽ നടുറോട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ടവരായിരുന്നു. അങ്ങനെയുള്ളവരെയൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി എൻ്റെ അമൃത ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കും. അവർക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം, അങ്ങനെ അവർക്ക് വേണ്ടതെല്ലാം ഒരു മകളെ പോലെ അവൾ ചെയ്തു കൊടുക്കുമായിരുന്നു.
അമ്പലത്തിലെ രാജകുമാരിക്ക് വലിയ ബഹുമാനമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. പിന്നല്ലാതെ ഞാൻ രാജവംശത്തിൽപ്പെട്ട ആളല്ലേ. അതെ, ഞാൻ രാജകുമാരിയാ. എന്നാ ഈ പഴം കഴിച്ചോ. ഹലോ, ഐ എം സീരിയസ്. ഞാൻ സത്യ പറഞ്ഞത്. ഷെടാ, അതിന് നീ നുണ പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ എപ്പോഴും എന്റെ രാജകുമാരി തന്നെയാ. എന്താ അതുപോലെ? ശിവ, ഞാൻ നിന്നോട് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാ ഇവിടെ കൊണ്ടുവന്നത്. ആ ശരി, നീ പറഞ്ഞോ. പ്ലീസ് ശിവ, ഇങ്ങനെ തമാശ കളിക്കല്ലേ. ഓക്കെ ഓക്കെ, ഐ എം സീരിയസ്. നീ പറഞ്ഞോ. ശിവ, ഹലോ. സോറി അമ്മ, നീ ഇങ്ങനെ വിഷമിക്കുന്നു ഞാൻ കരുതിയിട്ടില്ല. ഏതോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു തമാശ കാണിച്ചതല്ലേ. സോറി. ശിവ, ഞങ്ങളുടെ രാജവംശം ഈ സുന്ദരമായ ഭൂമിയുടെ സൃഷ്ടി ദൈവത്തിന്റെ അത്ഭുതമാണ്. ഈ സൃഷ്ടി ഗർഭത്തിൽ നിന്നും പുറത്തേക്ക് ജനിക്കുവാനായി കഠിനമായി പ്രയത്നിച്ചിട്ടുണ്ട്. ഇതുപോലെ ഔഷധം പുറത്തേക്ക് കൊണ്ടുവരുവാനായി സോമസുരഗ്നിയും അതുപോലെ ചതുഷ്പതി രാജകുടുംബങ്ങളുമാണ് ഇതിന് സാക്ഷി. ഏതാണ്ട് 800 വർഷങ്ങൾക്ക് മുൻപ് സോമസുരഗ്നി, ചതുഷ്പതി എന്നീ 2 രാജവംശജർ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം. സോമസുരഗ്നി രാജവംശത്തിൽ രാജാവ് അസുരേശ്വര കേശ. അക്രമം, അരാജകത്വം, ഹിംസ, അങ്ങനെ ഭരണം ഭയങ്കര ഭീകരമായിരുന്നു. ചതുഷ്പതി രാജവംശത്തിലെ വിക്രം സിംഹ ദത്ത ന്യായനീതി, രാജ്യനീതി, ജനാധിപത്യം, അങ്ങനെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള ഭരണമായിരുന്നു അത്. സോമസുരഗ്നി വംശത്തിലെ രാജാവ് അസുരേശ്വര കേശയ്ക്കും ചതുഷ്പതി വംശത്തിലെ വിക്രം സിംഹദത്തയ്ക്കും ധനം ശേഖരിക്കുവാനുള്ള പോരാട്ടം ഏതാണ്ട് 10,000 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ ഈ രാജവംശങ്ങൾ തമ്മിൽ ഇടയ്ക്കിടെ ധനം ശേഖരിക്കുവാനുള്ള ഈ യുദ്ധം നടന്നുകൊണ്ടേയിരുന്നു. സോമസുരഗ്നി വംശജർ ഈ ധനത്തിന്റെ പേരിലുള്ള യുദ്ധത്തിൽ എപ്പോഴും പരാജിതരായിക്കൊണ്ടേയിരുന്നു. ആ യുദ്ധത്തിനു ശേഷം, അവർക്കായിട്ട് വന്ന ആ ഭരണത്തിനു ശേഷം അങ്ങോട്ട് വന്നവർ വിജയക്കൊടി പാറിച്ചു. ചതുഷ്പതി രാജവംശജർക്ക് കഠിനമായ ചിന്തകൾ വരുവാൻ തുടങ്ങി. ഇതുമൂലം വിഷമിച്ചുകൊണ്ടിരുന്ന ചതുഷ്പതി വംശജരെല്ലാവരും അവിടുത്തെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഭൂമിയുടെ സൃഷ്ടിയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ശരിയായ രീതിയിൽ അനുഭവ സമ്പന്നരായതുപോലെ ആവശ്യമുള്ള സമയത്തെല്ലാം ആ നിധി എടുക്കുവാൻ പ്രാപ്തമാകുന്നത് പോലെ ഒരു പ്രധാന കവാടം ഉണ്ടാക്കി. അതിലൊരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് ആ ശിവലിംഗത്തിന്റെ തൃക്കണ്ണുപോലെ ആ വജ്രം അവർ അവിടെ പ്രതിഷ്ഠിച്ചു. ആ വജ്രം നിധിക്കലവറ തുറക്കുവാനുള്ള ഒരു താക്കോൽ പോലെ അവർ ഉപയോഗിച്ചു വന്നു. അതിനുശേഷം അവരുടെ വംശം മുഴുവനും ആ അമൂല്യമായ വജ്രക്കല്ലും കൂടുതൽ വിവരങ്ങൾ എഴുതിയിരിക്കുന്ന താളിയോലകളും അവിടെ ഉപേക്ഷിച്ച് ചതുഷ്പതി രാജവംശജർ ഒന്നാകെ രാജ്യം വിട്ടു. ആ സ്ഥലമാണ് ഈ ദേവസ്ഥാനം. ആ താക്കോലില്ലേ, അതാണ് ഈ ഡയമണ്ട്. ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഹോസ്പിറ്റൽ, സ്കൂൾസ്, വൃദ്ധസദനം. അമൃത, അമൃത, അമൃത. അതെ ശിവ, അതായത് ഈ ലോകത്തിൽ ഒന്നും അറിയാത്ത കുറെ കൊച്ചുകുട്ടികളുണ്ട്. ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. മക്കൾക്ക് വേണ്ടി ജീവിതം തന്നെ അർപ്പിച്ചവരുണ്ട്.
വയസ്സാങ്കാലത്തെ ഈ മാതാപിതാക്കളൊക്കെ ട്രീറ്റ്മെന്റിന് കാശില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് 80 വയസ്സ് വരെ ജീവിക്കേണ്ട ഇവരൊക്കെ 40 വയസ്സിലെ മരിച്ചു പോവുകയാണ് ശിവ. ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ നിധി അക്കാര്യത്തിന് വേണ്ടി ആവണം ഉപയോഗിക്കേണ്ടതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ചതുഷ്പതി രാജവംശത്തിൽ ജനിച്ച അമൃത പ്രജകൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആ നിധി കണ്ടെടുക്കാൻ തീരുമാനിച്ചു. എന്നാ അതിശയപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സോമസുലോനി എന്ന രാജവംശത്തിൽ ജനിച്ച അതിക്രൂരനായ രാജ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണമെന്നുള്ള തീരുമാനത്തിൽ അവളുടെ കയ്യിലിരുന്ന ഡയമണ്ട് അന്വേഷിച്ചുകൊണ്ടേ ആ മനുഷ്യനാണ് രുദ്രഗൗഡ. എങ്ങനെയെങ്കിലും ഞാൻ ഗവൺമെന്റിൽ ഹാൻഡ് ഓവർ ചെയ്യും. നിങ്ങൾ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് ഞാൻ പോലീസോട് പറയും. നിങ്ങളെല്ലാവരും ഞാൻ കരുണ എന്ന വാക്കിന് ഗേറ്റ് പാസ് കൊടുത്തത് ഞാനാടാ. എന്റെ ഫോട്ടോയ്ക്ക് മാലയിടാനാണോ നിന്റെയൊക്കെ ഉദ്ദേശം? ഏയ്, ഇവന്റെ സ്വന്തക്കാരെയൊക്കെ അറിയിച്ചേക്ക്. ഇവന്റെ അവസാന കാലത്ത് ഇവനെ ഒന്ന് ഒരു നോക്ക് കാണാൻ. അവരെ ഒന്ന് ഒരുപാട് നേരം കാത്തിരിപ്പിക്കല്ലേ. മുട്ടിനേക്കാൾ ചെടിയാണ് വലുത് ദേവഗൗഡ. നീ എന്റെ രക്തം ഇവിടെ ഒഴുക്കുമായിരിക്കും. നിന്റെ രക്തം ഒഴുക്കാൻ വേണ്ടി ഒരുത്തൻ പിറന്നിട്ടുണ്ടാവും. നീ കുറിച്ചിട്ടോ, എനിക്ക് ശേഷം അടുത്ത ടിക്കറ്റ് നിന്റെയാ. നമസ്കാരം സേട്ടു, കണ്ടിട്ട് കുറെ നാളായല്ലോ. നമ്മുടെ ഐറ്റം എവിടെ? ഓ ഷിറ്റ്, ഞങ്ങൾ അന്വേഷിക്കുന്ന ഡയമണ്ട് ഇതല്ല സേട്ടു. നീ എന്ത് ഡീലാ ഈ ചെയ്യുന്നത്? നിങ്ങൾക്ക് നല്ല സാധനം കാണിച്ചു. വെയിറ്റ് ചെയ്യേ. നിഷ്കളങ്കയായ അമൃത താളിയോല ഗ്രന്ഥങ്ങളിലെ രഹസ്യങ്ങൾ അറിയാതെ അതിനുള്ളിലെ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനായി ഒരുപാട് സ്വാമിമാരുടെ അടുത്തത് എത്തിച്ചു. അവരെ കൊണ്ടത് വായിപ്പിച്ചു. ജഗന്നാഥൃകായേ നമഃ.
ഓം ജഗന്നാഥകായൈക നമഃ. ഓം ജഗന്നാഥകായൈക നമഃ. ഓം ജഗന്നാഥകായൈക നമഃ. ഓം ശ്രീ മാതായൈക നമഃ. ഈ താളിയോലയില് പരമശിവന്റെ തൃക്കണ്ണ് പോലെ ഒരു വജ്രക്കല്ല്, ഒരു മഹത്തരമായ കാര്യം ഇതിലൊളിഞ്ഞിരിപ്പുണ്ട്. കണ്ടോ, ഇത് പരമശിവന്റെ തൃക്കണ്ണ് പോലെ തന്നെയുണ്ട്. പക്ഷേ ഈ വജ്രം അതുതന്നെയാണ്. തലമുറ തലമുറയായി കൈമാറി വന്ന വജ്രമായിരുന്നു അത്. ഇത് തന്നെയാണ് വജ്രം. എന്തായാലും ഞാൻ ഒരു തവണ കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൗമി. ശിവ, ഹായ്. എനിക്ക് നിന്നോട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. ഇപ്പൊ എന്താന്ന് എന്നോട് ചോദിക്കരുത്. ഐ വോണ്ട് ടു മീറ്റ് യു വെരി സൂൺ. കം ഹോം. അമൃത, 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 എന്താ പറ്റി? എന്താ നിനക്ക് സംഭവിച്ചത്? ആരാ ചെയ്ത്? അമൃത, അമൃത, എന്തെങ്കിലും അമൃത എന്നോട് പറയണ്ട. എന്താ അച്ഛാ, അമ്മ, അമ്മ, അച്ഛാ, 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 അച്ഛാ. അമൃത,
എന്ന് നീ ചൊന്നതിനാലോ നീ എൻ ലോകം എന്ന് നീ ചൊന്നതിനാലോ മനസ്സിനടിത്തട്ടിൽ നിന്നെയും നനച്ച് ഞാനെന്നുമേ മൗനമായി എന്നിൽ നിറഞ്ഞു നീ എന്നോമലേ എൻ ജീവനേ ആരുയിരേ നീ എൻ ലോകം എന്ന് നീ ചൊന്നതിനാലോ നീ എൻ ലോകം നീയില്ലെങ്കിൽ നരകമേ കൈ തൊടാതെ കണ്ണിൽ പെടാതെ ദൂരം ചെന്നു നീ എൻ മനം തേങ്ങവേ മാഞ്ഞു പോയി നീ നിൻ കരം തൊടവേ എൻ മനസ്സിൽ മഴയടി കരയതിൽ പെയ്യുന്ന മഞ്ഞു പോലെ നീ മലരോ മലരിൻ മധുവെന്നോ ഞാനെന്തു നിന്നെ ഇന്നു വിളിക്കും ഞാനെന്നും നിന്നെ പൂജിക്കാം പെണ്ണെ കണ്ണെ പൊന്നും പൂവും ചൂടിക്കാമെന്നും നിന്നെ പെണ്ണെ ചൊല്ലു നീ മനസ്സിൻ മൊഴികളും കേട്ടു നീ പെണ്ണെ ചൊല്ലു നീ എൻ കനവിൽ വന്ന മലരേ എൻ കനവിൽ വന്ന മലരേ എൻ കനവിൽ വന്ന മലരേ അമൃതയുടെ കയ്യിലിരുന്ന ഡയലോഗ് ബോക്സ് ഇയാളുടെ കയ്യിൽ എങ്ങനെയുള്ളത്? ആരാ ഇവര്? അമൃതയുടെ മരണമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടാവും? ആ ഒരു സംശയത്തിന്റെ പേരിലാ രുദ്രഗൗഡയുടെ മാനേജർ
ഞാൻ കിഡ്നാപ്പ് ചെയ്തു. നീ ഇത് മര്യാദയ്ക്ക് പറയുന്നുണ്ടോ അതോ നിനക്ക് ചാവണം? വേണ്ട, ഞാൻ പറയാം. ഞാൻ പറയാം. അമൃത ആ സ്വാമിയുടെ അടുത്ത് പോയി വന്നതിന് ശേഷം ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിന്ന് ഒരാൾ ആ സ്വാമിയെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അയാള് അമൃതയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഡയമണ്ടിനെ കുറിച്ച് മുഴുവൻ കാര്യങ്ങളും സ്വാമിയോട് ചോദിച്ചറിഞ്ഞു. സ്വാമിയെ രഹസ്യം മുഴുവൻ അയാളോട് പറയുകയും ചെയ്തു. അവിടെ നിന്നും അമൃതയുടെ അഡ്രസ്സ് തെരഞ്ഞു പിടിച്ച് രുദ്രഗൗഡയും കൂട്ടി അമൃതയുടെ വീട്ടിലേക്ക് പോയി. ഞാൻ ആരെയും ശല്യം ചെയ്യാൻ വന്നതുമല്ല, ആരെയും ബുദ്ധിമുട്ടിക്കുന്നുമില്ല, കരയിപ്പിക്കൂല, ആരെ കൊല്ലാനും താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ നീലകണ്ഠ? നിന്റെ സമയം ഇപ്പൊ വളരെ മോശ. ആ സമയത്ത് വളരെ മോശമായവൻ ഈ രുദ്രഗൗഡയാണെന്ന് നിനക്കറിയില്ലേ? നിങ്ങൾ പറയുന്ന എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ദയവ് ഇത് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറയൂ. നിനക്കൊന്നും മനസ്സിലായില്ലേ? അപ്പൊ നിനക്ക് നീ മലയാളം അറിയില്ല അല്ലേ? ഓ എടാ, ഇത് ഇംഗ്ലീഷാടാ. അതെ, എന്തോന്ന് ഇംഗ്ലീഷ് പറയാറില്ലേ? അതെന്താ? Where is the diamond? Where is the diamond? Where is the diamond? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഇയാൾക്കൊന്നും അറിയില്ല. ഡയമണ്ട് എവിടെയെന്ന് നിനക്ക് അറിയില്ലേ? എവിടാ ഡയമണ്ട്? ഡയമണ്ട് എവിടെയാന്ന് പറഞ്ഞോ? നിനക്ക് അറിയോന്ന് ഞാനൊന്ന് നോക്കട്ടെ. പറയടാ. ഞാൻ പറയാം. അതെന്നെ ഫോൺ എടുത്തിട്ടുണ്ട്. ശിവ, നീ എവിടെ എത്തി? ഒന്ന് പെട്ടെന്ന് വാ. ഞാൻ വീട്ടിലെത്തി. നല്ല സന്തോഷത്തിലാണല്ലോ. അല്ല മാഡം, എന്നെ ഇപ്പൊ തന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ശരി, ഞാനൊരു 5 മിനിറ്റിനുള്ളിൽ എത്തിക്കോളാം. ഓക്കെ? ശരി. സ്മിത ബ്യൂട്ടിക്ക് വേണ്ടി ഉപയോഗിച്ച ആ ഡ്രഗ്സില് വിഷം മിക്സ് ചെയ്തത്
ഡോക്ടർ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ടാബ്ലറ്റ്സ് എടുത്ത് മാറ്റിയത് ഞാൻ തന്നെ. ആ രുദ്രഗൗഡയെ ട്രാപ്പ് ചെയ്തത് ഈ ഡയമണ്ടിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയെങ്കിലും അത് എൻ്റെ കൈവശം എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. സോറി ശിവ, നിന്നെ കുറിച്ച് മനസ്സിലാക്കാതെ അങ്ങനെയൊക്കെ സംസാരിച്ചത്. എടാ ശിവ, എന്താ നടന്നതെന്ന് ശരിക്കും അറിയാതെ വായിൽ തോന്നിയതൊക്കെ നിന്നോട് പറഞ്ഞടാ. പ്ലീസടാ, ഞങ്ങളോട് ക്ഷമിക്കടാ. കളിയാ, നമ്മളെല്ലാവരും അനാഥരാടാ. എന്നാ നിന്റെ സ്നേഹം കിട്ടിയതിന് ശേഷം ഞങ്ങളൊക്കെ അനാഥരാണെന്നുള്ള കാര്യം മറന്നുപോയതടാ. നിനക്കിങ്ങനെ നിന്റെ മനസ്സ് തകർന്നു പോകുന്നൊരു കഥയുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലടാ. എടാ, ഞങ്ങളെല്ലാവരും മരിച്ചുപോയാൽ ആരും ഞങ്ങൾക്ക് വേണ്ടി കരയാണ്ടാവില്ല. നിന്റെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ജീവൻ തന്നാൽ ഞങ്ങളിവിടെ ജീവിച്ചിരുന്നതിനൊരു അർത്ഥം ഉണ്ടാവണം. മനസ്സിലായോ നിനക്ക്? അനാഥരായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പങ്കിട്ട് കഴിച്ചിട്ടുണ്ട്. ഡാളിയ, നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നിന്നിട്ടിട്ട് പോവോടാ. നാളെയാണ് മഹാശിവരാത്രി. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് നമുക്ക് രുദ്രാക്ഷപുരത്ത് എത്തേണ്ടതുണ്ട്. അവിടെയുള്ള ശിവലിംഗത്തിന്റെ മൂന്നാമത്തെ കണ്ണായ ഈ ഡയമണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. ആ രുദ്രഗൗഡയ്ക്കിപ്പോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ സാധ്യതയില്ല. അയാളിപ്പോൾ എന്നെ അന്വേഷിച്ചിട്ട് ആളുകളെ അയച്ചിട്ടുണ്ടാവും. ഇത്രയും കാലം നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് കളിയൊക്കെ കളിച്ചത്. എന്നാൽ ഇന്നുണ്ടല്ലോ, ഞാൻ നേരിട്ടാണ് ആ കളി കളിക്കാൻ പോകുന്നത്. എന്നാൽ ആ രുദ്രാക്ഷപുര യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം വെച്ച് ഞാൻ കളിച്ചു. ദയവേത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇത്രയും നാള് എന്നെ നിങ്ങളിൽ ഒരാളായിട്ട് കരുതി എന്നെ കൊണ്ട് നടന്നതിനൊക്കെയും ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ ജീവിതം വെച്ച് കളിക്കില്ല. ആ രുദ്രാക്ഷപുരത്തേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് പോവാൻ പോകുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ ജീവനോടെ ഇരിക്കുമ്പോ നിന്നെ തനിച്ച് വിടുമെന്ന് തോന്നുന്നുണ്ടോ ശിവ? ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും അതെന്താണെങ്കിലും നമുക്ക് ഒന്നിച്ചേരെ അനുഭവിക്കാം. വാ.
പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഞാൻ തന്നെയാടാ. നീ കാണിച്ച ബുദ്ധിയും നീ കാണിച്ച കളിയും ഞാൻ അറിയില്ല എന്ന് കരുതിയോടാ നീ. രണ്ടുപേര് മരിച്ചപ്പോ പോലും ഞാനെന്താ സൈലന്റ് ആയിട്ടിരുന്നറിയോ? എനിക്ക് കിട്ടാനുള്ള ഷെയർ ഉയരാൻ വേണ്ടി തന്നെയായിരുന്നു. ഇപ്പൊ ഈ ഗെയിം ബാക്കിയായിട്ടുള്ളത് നീയും ഞാനും മാത്രം. ഇത്രയും കാലം നീ എന്റെ ആളുകളെ ഞാൻ അറിയാതെ കൊല്ലായിരുന്നു. ഇപ്പൊ നിന്റെ മുന്നിൽ വെച്ച് നിന്റെ ഫ്രണ്ട്സിനെ കൊല്ലാൻ പോവാ. എന്താടാ നോക്കി നിൽക്കുന്നത്? തല്ലി കൊല്ലട എല്ലാറ്റിനെയും. രുദ്രഗൗഡയെ എതിർത്തവരാരും ജീവനോടെ ഉണ്ടാവില്ലടാ. എല്ലാവരുടെയും ഗതി ഇത് തന്നെയാ. അവനെ ഈ താളിയോലകളിൽ എഴുതിയിരിക്കുന്നത് പോലെ ഓരോ വർഷവും മഹാശിവരാത്രി കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വിചിത്രമായ ഈ വൈരക്കല്ലിനെ
മഹാദേവന്റെ തൃക്കണ്ണായിട്ട് അലങ്കരിച്ചു വെക്കണം. അതിനുശേഷം രക്ഷപ്പെട്ടടാ. ഇപ്പോഴും സിനിമ ഇൻഡസ്ട്രി ഇത്രയും പോപ്പുലർ ആവാൻ കാരണം അതെന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അത് ഈ പ്രേക്ഷകരാണ്. ഹീറോയെ ദൈവമായിട്ടും ജീവനായിട്ടും കാണുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ അണ്ണൻ, ബോസ്, കിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ മനസ്സിൽ പച്ച കുത്തിക്കൊണ്ട് സിനിമ തിയേറ്ററിലേക്ക് പോയി ഹീറോയെ കണ്ട ഉടനെ വിസിലടിച്ച് ഡാൻസ് ചെയ്ത് കൈയടിച്ച് എൻജോയ് ചെയ്യുന്ന എല്ലാ പ്രേക്ഷകരും ഇവിടെ സ്റ്റാർ ആണ്. അങ്ങനെയുള്ള കോടാനുകൂടി പ്രേക്ഷകർക്ക് എന്റെ വക